ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഹാത്മജി പകർന്നു തന്ന ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകുമെന്ന സന്ദേശമാണ് ഓരോ ഗാന്ധി ജയന്തി ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഗാന്ധിക്ക് പകരം ഗാന്ധി തന്നെ എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യം. അത് ഏവർക്കും പ്രചോദനമാവട്ടെ എക്കാലവും. പ്രധാന വാർത്തകളിലേക്ക്. ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയെന്ന ലക്ഷ്യമാണ് സ്വച്ഛ ഭാരതം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. ഏറ്റവും വലിയ അസംസ്കൃത സംഭരണികളുമായി തിരുവങ്ങൂരിലെ കേരള ഫീഡ്സ് പ്ലാന്റ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ 146-ാം ജന്മദിനം. ഗാന്ധി സ്മൃതിയിൽ ജില്ലയിൽ റാലികളും കൂട്ടിയോട്ടവും ശുചീകരണ പ്രവൃത്തികളും. വിശദമായ വാർത്തകളിലേക്ക്. ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയെന്ന ലക്ഷ്യമാണ് സ്വച്ഛ ഭാരതം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സ്വച്ഛ ഭാരതം പദ്ധതി പ്രകാരം ബിജെപി സംസ്ഥാനത്ത് നടത്തുന്ന പരിസര ശുചീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയെന്ന ലക്ഷ്യമാണ് സ്വച്ഛ ഭാരതം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സ്വച്ഛ ഭാരതം പദ്ധതി പ്രകാരം ബിജെപി സംസ്ഥാനത്ത് നടത്തുന്ന പരിസര ശുചീകരണത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും, സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വിവിധ സ്ഥാപനങ്ങൾ, അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ഈ പദ്ധതിയുടെ തുടക്കം കുറിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ സമൂഹ ജീവിതത്തെയും നമ്മുടെ പരിസരങ്ങളെയും ഒക്കെ മലീമസമാക്കുന്ന എല്ലാ കാര്യങ്ങളും ശുചിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. ഒരു വികസിത രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുക എന്നുള്ളതിന്റെ തുടക്കമായിട്ട് നമുക്ക് ഈ പദ്ധതിയെ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ 2019 ഗാന്ധി ജയന്തിയോടെ ഭാരതത്തെ പൂർണ്ണ ശുചിത്വത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ശുചീകരണ പ്രവർത്തികൾ 11 വരെ തുടരും. കോഴിക്കോട് കോട്ടപ്പറമ്പ് കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ്, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ബി കെ പ്രേമൻ, പി പീതാംബരൻ, ആശുപത്രി സൂപ്രണ്ട് ടി മോഹൻദാസ് എന്നിവരും നേതൃത്വം നൽകി. ഏറ്റവും വലിയ 10 അസംസ്കൃത സംഭരണികളുമായി തിരുവങ്ങൂരിലെ കേരള ഫീഡ്സ് പ്ലാന്റ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൃഷിമന്ത്രി കെ പി മോഹനൻ പറഞ്ഞു. 300 മെട്രിക് ടൺ പ്രതിദിന ഉൽപാദനശേഷിയാണ് പ്ലാന്റിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കേരള ഫീഡ്സിന്റെ 300 മെട്രിക് ടൺ പ്രതിദിന ഉൽപാദനശേഷിയുള്ള അത്യാധുനിക കാലിത്തീറ്റ ഫാക്ടറി കൊയിലാണ്ടിക്കടുത്ത തിരുവങ്ങൂരിൽ ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൃഷിമന്ത്രി കെ പി മോഹനൻ പറഞ്ഞു. കേരള ഫീഡ്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 300 മെട്രിക് ടൺ ദിവസം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കാലിത്തീറ്റ ഫാക്ടറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഡിസംബർ മാസം അവസാനത്തോടുകൂടി, അതായത് 2015 കർഷകർക്ക് സമർപ്പിക്കുന്ന 2005 ആദ്യത്തോടുകൂടി കർഷകർക്ക് സമർപ്പിക്കുന്ന രൂപത്തിലേക്ക് കാലിത്തീറ്റ ഉൽപാദനത്തോടുകൂടി ആരംഭിക്കുന്ന ആയിരിക്കും. കേരള ഫീഡ്സിന്റെ മലബാറി പ്രീമിയർ ഗോഡ് ഫീഡ് ഫാക്ടറിയുടെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ കേരള ഫീഡ്സ് തിരുവങ്ങൂർ ക്യാമ്പസിൽ മഹാത്മാഗാന്ധി അനുസ്മരണവും സംഘടിപ്പിച്ചിരുന്നു. കേരള ഫീഡ്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനി എസ് ദാസ്, ഡയറക്ടർ സലീം മടവൂർ, കൊയിലാണ്ടി MLA കെ ദാസൻ, പ്രൊജക്ട് മാനേജർ ടോണി പുളിക്കൽ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രസിഡന്റ് രമേശൻ പാലേരി എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.
മാതാവിന്റെ മഹത്വത്തെക്കുറിച്ചും മാതൃസ്നേഹത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തി ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ മാതൃപൂജ നടന്നു. നന്മയും സത്യവും സ്നേഹവുമെല്ലാം അമ്മയാണെന്നും അമ്മയെ മറക്കുന്നവർ ധർമ്മം മറക്കുന്നതിന് തുല്യമാണെന്നും ഓർമ്മപ്പെടുത്തി നടന്ന മാതൃപൂജയ്ക്ക് സ്വാമി മുകുന്ദ ചൈതന്യ നേതൃത്വം നൽകി. ജീവിതത്തിന്റെ പുണ്യമാണ് അമ്മ. അളവില്ലാത്ത സ്നേഹത്തിന്റെ ഉടമ. നന്മയുടെ നിറകുടമായ ഓരോ അമ്മമാരും അതുകൊണ്ട് തന്നെ പൂജിക്കപ്പെടേണ്ടവരാണ്. ചിന്മയ മിഷന്റെ നേതൃത്വത്തിൽ നടന്ന മാതൃപൂജ വേറിട്ട അനുഭവമായി മാറിയത് ചടങ്ങുകളുടെ സവിശേഷത കൊണ്ടായിരുന്നില്ല. പങ്കെടുത്ത അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ബാഹുല്യം കൊണ്ടായിരുന്നു. അമ്മമാരെയും കുട്ടികളെയും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ചിന്മയാഞ്ജലി ഓഡിറ്റോറിയം. രാവിലെ 10:15 മാതൃപൂജ ചടങ്ങുകൾ ആരംഭിച്ചത്. സ്വാമി മുകുന്ദ ചൈതന്യ മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി. അറിവിന്റെ ആത്മസമർപ്പണമാണ് അമ്മയെന്നും മാതാവാണ് ആദ്യ ഗുരുനാഥനെന്നും സ്വാമി പറഞ്ഞു. അമ്മയിൽ നിന്നാണ് ആരംഭം. എല്ലാ വേദനകളും സഹിച്ചുകൊണ്ടാണ് അമ്മ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത്. അമ്മയുടെ സ്നേഹം അതിരിനപ്പുറമാണെന്നും സ്വാമി കൂട്ടിച്ചേർത്തു. അമ്മ തൊട്ട് അതിഥി വരെ ഉള്ളവരൊക്കെയും ഈശ്വരന്മാരാണ്. പക്ഷെ പ്രഥമമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ അമ്മയാണ് നമ്മുടെ ദൈവം. തുള്ളിയായിട്ട് അമ്മയുടെ കാലിൽ കഴുകുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓം പാദ്യമാദ്യന്ത ശൂന്യായേ വേദ്യായേ വേദവാദിമഃ പാദ്യം സമർപ്പയാമി. എല്ലാം ചന്ദനം ഇട്ടതിനു ശേഷം 2 പാദങ്ങളിലും ഗന്ധം സമർപ്പയാമി. അമ്മയുടെ കാൽ തൊട്ട് വണങ്ങി പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് കുഞ്ഞുങ്ങൾ മാതൃപൂജയ്ക്ക് തുടക്കമിട്ടത്. അമ്മയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മയെ സ്തുതിച്ച് പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിച്ചു. ആരതിയൊഴിഞ്ഞു. അമ്മയ്ക്ക് മധുരവും നൽകി. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഉദാത്ത സ്നേഹത്തിന്റെ മാതൃകയായി മാറി ചിന്മയാഞ്ജലിയിൽ നടന്ന മാതൃപൂജ ചടങ്ങുകൾ. ചടങ്ങിനു ശേഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങളും അരങ്ങേറി. മഹാനവമിയുടെ ഭാഗമായാണ് ചിന്മയാഞ്ജലിയിൽ മാതൃപൂജ സംഘടിപ്പിച്ചത്. എല്ലാ വർഷവും മഹാനവമി നാളിൽ ഇവിടെ മാതൃപൂജ സംഘടിപ്പിക്കാറുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ചിന്മയ സ്കൂൾ പ്രിൻസിപ്പൽ ഉഷപ്രഭ, ഹെഡ്മിസ്ട്രസ് പാർവതി തുടങ്ങിയവർ മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി. മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ അനീഷിന്റെ മരണത്തിനു പിന്നിൽ കോയാസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ തയ്യാറാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റാണെന്നാരോപിച്ച് ചെറുവണ്ണൂർ കോയാസ് ആശുപത്രിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. KSTS സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. മുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ അനീഷിനെതിരെ കേസുണ്ടാക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയതിനെതിരെയാണ് ചെറുവണ്ണൂർ കോയാസ് ആശുപത്രിയിലേക്ക് സമരസമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. ചെറുവണ്ണൂർ ഹൈസ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് അധ്യാപകർ പങ്കെടുത്തു. മാർച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ തള്ളിക്കറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. നിയമവിരുദ്ധമായ നടപടികളെക്കുറിച്ച്, മെഡിക്കൽ എത്തിക്സിന് ചേരാത്ത രീതികളെക്കുറിച്ച്, ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ യോഗ്യതയെക്കുറിച്ച് എല്ലാം ഗൌരവതരമായ അന്വേഷണം നടത്താൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാവണം. P മോഹനൻ, വേലായുധൻ വള്ളിക്കുന്ന്, KSTS സംസ്ഥാന ജനറൽ സെക്രട്ടറി AK ഉണ്ണികൃഷ്ണൻ, PK സതീശൻ, ഹക്കീം എന്നിവർ സംസാരിച്ചു. അധ്യാപകന്റെ മരണത്തിനു പിന്നിൽ കോയാസ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ MA കോയ തയ്യാറാക്കിയ വ്യാജ ബോണ്ട് സർട്ടിഫിക്കറ്റാണെന്നും സ്കൂൾ മാനേജറുടെ സാമ്പത്തിക പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയാണ് ഡോക്ടർ കോയ മനുഷ്യത്വരഹിതമായ ഹീനകൃത്യത്തിന് മുതിർന്നതെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. സ്വന്തം ജീവിതം സന്ദേശമാക്കിയ ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ അഭാവമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി വി ഭാസ്കരൻ പറഞ്ഞു. ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ഗാന്ധിഗൃഹത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഈ വർഷത്തെ ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ഗാന്ധി ഗൃഹത്തിൽ നടന്നു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, ജില്ലാ സാക്ഷരതാ മിഷൻ, പോലീസ് വിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ സെഷൻസ് ജഡ്ജി വി ഭാസ്കരൻ വാരാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം ജീവിതം സന്ദേശമാക്കിയ ഗാന്ധിജിയെ പോലുള്ള നേതാക്കളുടെ അഭാവമാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആദർശങ്ങളും പ്രവർത്തനങ്ങളും ഇന്ന് അതേ രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതി, സ്വജനപക്ഷപാതം, അധികാര ദുർവിനിയോഗം, രാജ്യദ്രോഹം, ഭീകരവാദം, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ എന്നിങ്ങനെയുള്ള തിന്മകളുടെ വാർത്തകൾ കേൾക്കാത്ത ഒരു ദിവസം പോലും ഇന്നില്ല. കളക്ടർ CA ലത അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗാന്ധിയൻ ചിന്തക ഡോക്ടർ എസ് രാധ മുഖ്യപ്രഭാഷണം നടത്തി. PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് C കൃഷ്ണമൂസ്, ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KP രാധാകൃഷ്ണൻ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ VV ശ്യാംലാൽ, അസിസ്റ്റന്റ് കമ്മീഷണർ C അരവിന്ദാക്ഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, T ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ശുചിത്വത്തിന് വേണ്ടി ഞാൻ ശുചിത്വത്തിന് നാല് കുറിക്കുന്നു. ലഹരിവിരുദ്ധ സന്ദേശവുമായി ജില്ലയിൽ ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കം. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന കൂട്ടിയോട്ടത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. MK രാഘവൻ MP കൂട്ടിയോട്ടം ഉദ്ഘാടനം ചെയ്തു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് കോഴിക്കോട് മേഖലയ്ക്ക് അനുവദിച്ച എക്സിബിഷൻ ബസ് കളക്ടർ CA ലത ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, ജില്ലാ സാക്ഷരതാ മിഷൻ, പോലീസ് വിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കം. ലഹരി വിരുദ്ധ സന്ദേശവുമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കടപ്പുറത്ത് നടന്ന കൂട്ടിയോട്ടത്തോടെയാണ് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന് തുടക്കമായത്. കൂട്ടിയോട്ടം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും മുൻപന്തിയിലായ കേരളം ഇന്ന് മദ്യ ഉപയോഗത്തിലും മുൻപന്തിയിലായിരിക്കുകയാണ്. ഇത് കുറയ്ക്കണമെന്നും കൂട്ടയോട്ടവും ക്യാമ്പയിനുമെല്ലാം മദ്യത്തിനെതിരെയുള്ള സന്ദേശമായി ജനങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് ഏറ്റവും സാക്ഷരതയും സംസ്കാരവും. ചടങ്ങിൽ കളക്ടർ CA ലത, DTPC ജില്ലാ സെക്രട്ടറി PG രാജീവ്, അഡ്വക്കേറ്റ് M രാജൻ, കോർഡിനേറ്റർ ശ്രീധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് കോഴിക്കോട് മേഖലയ്ക്ക് അനുവദിച്ച മൊബൈൽ എക്സിബിഷൻ ബസ് കളക്ടർ CA ലത ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിക്കെതിരെ ബോധവൽക്കരണ സന്ദേശവുമായിട്ടായിരിക്കും എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ ജില്ലയിലെ വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ബസ് പര്യടനം നടത്തുക. MK രാഘവൻ MP, PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള പോസ്റ്ററുകളാണ് ബസ്സിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് എക്സിബിഷൻ ബസ് PRD അനുവദിച്ചിരിക്കുന്നത്. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി സാക്ഷരതാ പ്രേരക്മാരുടെ ഗാന്ധി ജയന്തി സന്ദേശയാത്രയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ റാലിയും ജില്ലയിൽ നടന്നിരുന്നു. വാർത്തകളിൽ ഒരിടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. Premier, the king of footwears. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു.
കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വൃത്തിഹീനമായ സ്ഥലം ശുചീകരിച്ച് പൂന്തോട്ടമാക്കാൻ ഒരുങ്ങുകയാണ് ജില്ലയിലെ പോലീസുകാർ. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലെ കോമ്പൗണ്ടിൽ നടന്ന ശുചീകരണ പ്രവൃത്തിക്കിടെയാണ് ജില്ലാ പോലീസ് മേധാവി AV ജോർജ് പൂന്തോട്ടമാക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. MK രാഘവൻ MP ശുചീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും സംയുക്തമായി കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രം കോമ്പൗണ്ടിനുള്ളിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തിയത്. 150ഓളം വരുന്ന പോലീസുകാർ 2 മണിക്കൂർ കൊണ്ടാണ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിനുള്ളിലെ കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിയിച്ച് വൃത്തിയാക്കിയത്. വനിതാ പോലീസുകാരും ഒപ്പം കൂടി. MP MK രാഘവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 11 മണിയോടെ സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് ശുചീകരണ പ്രവൃത്തികൾ വിലയിരുത്താനെത്തി. മാനസിക ആരോഗ്യ കേന്ദ്രത്തിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന സ്ഥലത്ത് പൂന്തോട്ടം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ജില്ലയിലെ പോലീസുകാരുടെ നേതൃത്വത്തിലായിരിക്കും പൂന്തോട്ട നിർമ്മാണം. സർക്കാരിൽ നിന്നും യാതൊരുവിധ ഫണ്ടും സ്വീകരിക്കില്ല. പോലീസ് സഹകരണ സംഘവും പൂന്തോട്ട നിർമ്മാണത്തിൽ പങ്കാളികളാവും. ഇതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വിദഗ്ധരെ ചുമതലപ്പെടുത്തും. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കും ജീവനക്കാർക്കും ഒഴിവു സമയം ചിലവഴിക്കാൻ പൂന്തോട്ടം ഉപകാരപ്പെടുമെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു. നല്ലൊരു സ്ഥലം അവിടെ വേസ്റ്റായി കിടക്കുകയാണ്. അത് ആൾക്കാർ ഡംപ് ചെയ്തു അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട്. ഞങ്ങളുടെ ഒരു സംരംഭമായി കോഴിക്കോട് സിറ്റി പോലീസിന്റെ മൊത്തം സംരംഭമായിട്ട് ഞങ്ങൾ ഈ ഏരിയ ഒരു ഗാർഡൻ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P ഷാഹുൽ ഹമീദ്, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ശശിധരൻ, ജില്ലാ സെക്രട്ടറി ജയരാജൻ, പ്രസിഡന്റ് വിനായകൻ, KPOA ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, കേരള പോലീസ് അസോസിയേഷൻ മുൻ വൈസ് പ്രസിഡന്റ് K അബ്ദുള്ളക്കോയ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വൃത്തിയും വെടുപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശമുയർത്തി കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സ്വച്ഛ് ഭാരത് യജ്ഞത്തിന് ജില്ലയിൽ തുടക്കം. പദ്ധതിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ ട്രെയിനിന് MK രാഘവൻ MPയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ആകാശവാണിയിലും സ്റ്റേഷൻ ഡയറക്ടർ S രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നു. വൃത്തിയും വെടുപ്പുമുള്ള ഇന്ത്യ എന്ന സന്ദേശവുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വച്ഛ ഭാരതം പദ്ധതിക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ ട്രെയിനിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. MK രാഘവൻ MP സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കലക്ടർ CA ലത, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PTA സുന്നി, ഷെവലിയാർ, CE ചാക്കുണ്ണി തുടങ്ങിയവരും ഫാറൂഖ് കോളേജ് NSS വളണ്ടിയർമാർ, NCC കേഡറ്റുകൾ, ലയൺസ് ക്ലബ് ഭാരവാഹികൾ എന്നിവരും സംബന്ധിച്ചിരുന്നു. തുടർന്ന് NCC കേഡറ്റുകളും NSS വളണ്ടിയർമാരും ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയായ സ്വച്ഛ ഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് ആകാശവാണിയിൽ ശുചീകരണ പ്രവൃത്തികൾ നടന്നു. സ്റ്റേഷൻ ഡയറക്ടർ S രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ നടന്നത്. ഓഫീസും പരിസരവും ജീവനക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ശുചിയാക്കി. സ്റ്റേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശരത് ചന്ദ്ര മോഹൻ, മുരളി മോഹൻ എന്നിവരും യജ്ഞത്തിൽ പങ്കാളികളായി. കൊയിലാണ്ടിയിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ച് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു. ചെങ്ങോട്ടുകാവ് ടൌണിൽ വെച്ചാണ് കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ബസ് തോറോത്ത് ശശിയെ ഇടിച്ചു തെറിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഗതാഗതം സ്തംഭിപ്പിച്ചു. കൊയിലാണ്ടിക്കടുത്ത ചെങ്ങോട്ടുകാവ് ടൌണിൽ വെച്ച് കോൺഗ്രസ് ചെങ്ങോട്ടുകാവ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തോറോത്ത് ശശിയെ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ദേശീയപാതയിലെ ഗതാഗതം 1 മണിക്കൂറോളം സ്തംഭിപ്പിച്ചു. കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ബസ്സാണ് ശശിയെ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്കും കാൽമുട്ടിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ രോഷാകുലരായ നാട്ടുകാർ ബസ്സിന് നേരെ എത്തിയതോടെ ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി. എതിരെ വന്ന കോഴിക്കോട്ട് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ബസ് മറികടക്കാൻ ശ്രമിച്ചതോടെ നാട്ടുകാർ ബസിന്റെ ചില്ലെറിഞ്ഞു പൊട്ടിച്ചു. വിവരമറിയിച്ചതിനെ തുടർന്ന് RTOയും കൊയിലാണ്ടി SIയും സ്ഥലത്തെത്തി പ്രശ്നം ശാന്തമാക്കി. അമിത വേഗതയാണ് അപകട കാരണമെന്നും ബസ് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ പറഞ്ഞു.
ലഹരിക്കെതിരെ പോരാടാൻ സമൂഹത്തിനും ജനപ്രതിനിധികൾക്കും ബാധ്യതയുണ്ടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാത്മാഗാന്ധി ഇന്ത്യൻ ഇഗാലിറ്റേറിയൻ അക്കാദമി സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മുടെ രാജ്യവും ലോകവും അഭിമുഖീകരിക്കുന്ന സമസ്ത പ്രശ്നങ്ങൾക്കുമുള്ള മറുപടി ഗാന്ധിയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളുമാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പുതുതലമുറ ഗാന്ധിയൻ ആദർശങ്ങളിലേക്ക് മടങ്ങിവരണമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധി ഇന്ത്യൻ ഇഗാലിറ്റേറിയൻ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി സ്മൃതി 2014 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ട് ലഹരിമുക്തമായ അക്രമരഹിതമായ സമൂഹം കെട്ടിപ്പടുക്കാൻ ഈ ഗാന്ധി ജയന്തി ആചരണം പ്രേരണ നൽകട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. എല്ലാ പേരും സർവ്വതലത്തിലും യോജിച്ചു നിന്നുകൊണ്ട് ലഹരി വിമുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ, അക്രമരഹിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ ഇഗാലിറ്റേറിയൻ അക്കാദമി ഡയറക്ടർ MP അബ്ദുൾ സമദ് സമദാനി MLA അധ്യക്ഷം വഹിച്ചു. ഗാന്ധിയന്മാരായ തായാട്ട് ബാലൻ, C കൃഷ്ണ മൂസദ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. PV ഗംഗാധരൻ, MK രാഘവൻ MP, രാജൻ ബാലുശ്ശേരി എന്നിവർ സംസാരിച്ചു. വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിത RV അനുനന്ദ ആലപിച്ചു. പാളയം പുതിയ കോവിലകം മാരിയമ്മൻ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി അമ്മൻ സംഗീതാർച്ചനയും നടന്നു. പാളയം പുതിയ കോവിലകം മാരിയമ്മൻ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംഘം പ്രസിഡന്റ് KK പരമേശ്വരൻ ചെട്ടിയാർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കരിവെള്ളൂർ വല്യച്ചൻ, പ്രമോദ് കോമരം അനുഗ്രഹ പ്രഭാഷണം നടത്തി. MK രാഘവൻ MP ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മാതൃഭൂമി സീനിയർ മാനേജർ K നാരായണൻ നമ്പീശൻ മുഖ്യപ്രഭാഷണം നടത്തി. കോഴിക്കോട് സാമൂതിരി രാജയുടെ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ, അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, തോട്ടത്തിൽ രവീന്ദ്രൻ, സംഘം ജനറൽ സെക്രട്ടറി S കുട്ടപ്പൻ ചെട്ടിയാർ, ദേവസ്വം സെക്രട്ടറി S സുബ്രഹ്മണ്യൻ ചെട്ടിയാർ, K വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് അമ്മൻ സംഗീതാർച്ചന, സമൂഹ ഐശ്വര്യ പൂജ, സാംസ്കാരിക സമ്മേളനം, ചർച്ചാ സമ്മേളനം, കലാപരിപാടികൾ എന്നിവയും നടന്നു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ MN വിജയൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ചടങ്ങിൽ PV സജീവ് രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച MN വിജയന്റെ ഭൗതിക ജീവിതങ്ങൾ എന്ന പുസ്തകം N പ്രഭാകരൻ പ്രകാശനം ചെയ്തു. AT മോഹനൻ രാജ് ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. കേരളത്തെ സംബന്ധിച്ച് MN വിജയൻ അതുല്യനായ ദൈഷ്ണിക പ്രതിഭയായിരുന്നുവെന്ന് N പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ MN വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അതേസമയം ലോക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 70-ന് ശേഷം വന്ന നവ മാർക്സിയൻ ചിന്തകളെ MN വിജയൻ വേണ്ട രീതിയിൽ വിലയിരുത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ അദ്ദേഹം ഒരു യാഥാസ്ഥിതികനായിരുന്നു. മാറിയ സാഹചര്യത്തിൽ പുതിയൊരു രാഷ്ട്രീയ പദ്ധതി മുന്നോട്ട് വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയെന്നും N പ്രഭാകരൻ പറഞ്ഞു. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കടുത്ത വിമർശകൻ എന്ന നിലക്കാണ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം അദ്ദേഹം മറ്റു പാർട്ടിക്കാർക്ക് സ്വീകാര്യനാവുന്നില്ല. PV സജീവ് രചിച്ച കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച MN വിജയന്റെ ഭൗതിക ജീവിതങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും N പ്രഭാകരൻ നിർവഹിച്ചു. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി AT മോഹൻരാജ് സ്വീകരിച്ചു. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ MR തമ്പൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ KM അനിൽ, ഡോക്ടർ KP മാലതി, S കൃഷ്ണകുമാർ, PV സജീവ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ മതേതരത്വത്തിന്റെ യഥാർത്ഥ മുഖമായിരുന്നു CH മുഹമ്മദ് കോയക്കെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. CH അനുസ്മരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ CH സ്മാരക പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള അവാർഡ് സ്വീകരിച്ചു. രാഷ്ട്രീയ രംഗത്തെ മതേതരവൽക്കരിച്ച നേതാവായിരുന്നു CH മുഹമ്മദ് കോയ എന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. കോഴിക്കോട് ടൗൺ ഹാളിൽ സിറ്റി നോർത്ത് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച CH ഇല്ലാത്ത 3 പതിറ്റാണ്ട് എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതത്വമില്ലാത്ത നേതാവെന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് CH കാഴ്ചവെച്ചത്. സർവകലാശാല ഭരണത്തിൽ
വിദ്യാർത്ഥി പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഏഷ്യയിൽ തന്നെ ആദ്യമായിരുന്നു ഇത്. SSLC വരെ സൗജന്യ വിദ്യാഭ്യാസത്തിനും യത്നിച്ചു. പ്രായോഗിക നടപടികളിലൂടെ മുന്നണി രാഷ്ട്രീയത്തിന് കരുത്ത് പകർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അത് പാർലമെന്റിലാകട്ടെ, നിയമസഭയിലാകട്ടെ, ഏത് പദവിയായാലും ലീഗിനെ എടുത്തുചാട്ട രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിയത് CH ആണെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ E. അഹമ്മദ് MP പറഞ്ഞു. KP ഉണ്ണികൃഷ്ണൻ, കൊളത്തൂർ T. മുഹമ്മദ് മൗലവി, TK പരീക്കുട്ടി ഹാജി എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു. SV ഹസൻ കോയ അധ്യക്ഷം വഹിച്ചു. അബ്ദുൾ സമദാനി അനുസ്മരണ പ്രഭാഷണം നടത്തി. MK രാഘവൻ MP, PKK ബാവ, ഉമ്മർ പാണ്ഡികശാല, TPM സാഹിർ, EV ഉസ്മാൻ കോയ, TPM ജിഷാൻ, P. ഇസ്മായിൽ, റഫീഖ് പുതിയകടവ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി ജില്ലയിൽ വിവിധയിടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ റാലികളും ശുചീകരണ പ്രവൃത്തികളുമായി വിദ്യാലയങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും സന്നദ്ധ സംഘടനകളും സജീവമായിരുന്നു. കരുവന്തിരുത്തി BMUP സ്കൂളിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സ്കൂൾ അസംബ്ലി സംഘടിപ്പിക്കുകയും ഗാന്ധിയൻ ചിന്തകളെ സംബന്ധിച്ചും അവയുടെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ചും സന്ദേശം നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പതിപ്പുകളും മാസികയും പ്രകാശനം ചെയ്തു. കുട്ടികളുടെ വിവിധ പരിപാടികളും നടന്നു. തുടർന്ന് സ്കൂളിലെ ക്ലാസ് മുറികളിലും പരിസര പ്രദേശങ്ങളിലും കരുവന്തിരുത്തി മെയിൻ റോഡിന്റെ വശങ്ങളും ശുചീകരിച്ചു. PTA പ്രസിഡന്റ് അസ്ലം അഹമ്മദ് സ്കൂൾ കാർഷിക പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു. ശേഷം പായസ വിതരണം നടന്നു. പ്രധാന അധ്യാപകൻ SP മുഹമ്മദ് കോയ, ഗഫൂർ, സിറാജ് നഹ, അഷ്റഫ്, ബിന്ദു, രമ, ബേബി ആന്റണി, ഫാത്തിമ, സുധ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് കോർപ്പറേഷൻ 42ാം ഡിവിഷൻ കൌൺസിലർ സവിത കോടിയുടെ സാന്നിധ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ നല്ലളം ജയന്തി റോഡിലെ സ്നേഹിതരം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പരിസര ശുചീകരണത്തിന്റെ ഭാഗമായി വീട് വീടാനന്തരം കയറിയിറങ്ങി പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്തു. സ്നേഹിതരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആരൻകുനി കുഞ്ഞാലി, കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ദാമോദരൻ, ജനറൽ സെക്രട്ടറി അയ്യമ്പാടൻ സ്വാമി, അബ്ദുൾ റസാഖ്, ജോയിന്റ് സെക്രട്ടറി ഹർഷാദ്, ഹസൻകുട്ടി മുണ്ടോളി, ഷാജിദ് തരിപ്പണംപറമ്പ്, മുഹമ്മദ് റിയാസ്, സക്കീർ PT, കാർത്തികേയൻ തുണ്ടന്തറയിൽ, ഷീബ ഉദയമംഗലം, റഷീദ തരിപ്പണംപറമ്പ്, MP റുഖിയ B വലിയവളവ്, സുലേഖ വലിയവളവ് തുടങ്ങിയവരും ഭാരവാഹികളും കുടുംബാംഗങ്ങളും സദ്യുദ്യമത്തിൽ പങ്കാളികളായി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടുവട്ടം പരച്ചനങ്ങാടി ജനമിത്ര റെസിഡൻസ് അസോസിയേഷൻ ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് വെസ്റ്റിന്റെ സഹകരണത്തോടെ ശുചീകരണ പ്രവൃത്തികൾ നടത്തി. നടുവട്ടം പരച്ചനങ്ങാടിയിലെയും ഇട റോഡുകളിലാണ് ഇവർ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയത്. ജനമിത്ര റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് AV ഗിരീഷ്, സെക്രട്ടറി മുരളി, ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് വെസ്റ്റ് പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി അജി, ജനമിത്ര റെസിഡൻസ് രക്ഷാധികാരി രമേശ് നമ്പിയത്ത് എന്നിവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. ഫറോക്ക് BMUP സ്കൂളിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് സ്കൂളും പരിസരവും വിദ്യാർത്ഥികൾ വൃത്തിയാക്കി. കരുവന്തിരുത്തി റോഡിന്റെ വശങ്ങളിലും മറ്റും പടർന്നു പിടിച്ച കുറ്റിക്കടികൾ വെട്ടി ശുചീകരിച്ചു. പ്രധാന അധ്യാപിക സുബൈദ, മൈമൂന, സുലോചന തുടങ്ങിയ അധ്യാപികമാരും ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി. 2012 വന്യജീവി വാരാഘോഷ പരിപാടികൾ ഒക്ടോബർ 1 മുതൽ 7 വരെയാണ് നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കായി വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ചുള്ള ജില്ലാതല മത്സരങ്ങൾ കോഴിക്കോട് മാത്തോടത്തുള്ള വനശ്രീയിൽ നടന്നു. അംഗീകൃത വിദ്യാലയങ്ങളിലെ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ പെയിന്റിംഗ് എന്നിവയിലും ഹൈസ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രസംഗം, ഉപന്യാസം, ക്വിസ് എന്നിവയിലും മത്സരങ്ങളാണ് നടത്തിയത്. ഓരോ ഇനങ്ങളിലും ഓരോ വിദ്യാലയങ്ങൾക്കും പരമാവധി 2 വീതം കുട്ടികളെ അയക്കാനുള്ള സൌകര്യവും ഉണ്ടായിരുന്നു. ക്വിസ് മത്സരത്തിന് 2 പേരടങ്ങുന്ന ഒരു ടീമിനെയാണ് പങ്കെടുപ്പിച്ചത്. ജില്ലാതല മത്സര വിജയികൾക്ക് 1ാം സമ്മാനമായി 2000 രൂപയും 2ാം സമ്മാനമായി 1000 രൂപയും 3ാം സമ്മാനമായി 500 രൂപയും സർട്ടിഫിക്കറ്റുകളുമാണ് നൽകുന്നത്. മാത്തോട്ടം വനശ്രീയിൽ നടന്ന പരിപാടിയിൽ CCF E പ്രദീപ് കുമാർ, ACF KP ഉദയകുമാർ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകളിലേക്ക്. ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയെന്ന ലക്ഷ്യമാണ് സ്വച്ഛ ഭാരതം പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ.
ഏറ്റവും വലിയ അസംസ്കൃത സംഭരണികളുമായി തിരുവങ്ങൂരിലെ കേരള ഫീഡ്സ് പ്ലാന്റ് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ 146-ാം ജന്മദിനം. ഗാന്ധി സ്മൃതിയിൽ ജില്ലയിൽ റാലികളും കൂട്ടിയോട്ടവും ശുചീകരണ പ്രവൃത്തികളും. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്.